ഭാരതാംബ വിവാദത്തിന് തൊട്ടു പിന്നാലെ CP വലിയ പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ, രാജേന്ദ്ര ആർലേക്കർക്കെതിരെ ഉയർത്തുന്നത്. വൃക്ഷത്തൈകൾ നട്ട് ദേശീയ പതാക ഒക്കെ തന്നെ വലിയ പ്രതിഷേധം പാർട്ടി ഓഫീസുകളിൽ നടന്നിരുന്നു. ഇപ്പോൾ അത് തെരുവിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് യുവജന സംഘടന AIYF-ന്റെ നേതൃത്വത്തിൽ രാജ്ഭവന്റെ മുന്നിലേക്കാണ് പ്രതിഷേധ മാർച്ച്. രാജേന്ദ്ര ആർലേക്കർ നേരത്തെ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള പരിപാടികളിലും രാജ്ഭവനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഭാരതാംബയുടെ ചിത്രമുയർത്തി പുഷ്പാർച്ചനകൾ നടത്തിയിരുന്നു ഗോവാ ദിനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിലപാട് രാജ്ഭവന്റെ ഇങ്ങനെയാണ്. ആ പഴയ നിലപാടുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ AIYF-ന്റെ പ്രതിഷേധം വരുന്നത്. രാജ്ഭവൻ RSS ശാഖയാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാർച്ച് നടത്തുന്നത്. ജിബിൻ JB കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, മാർച്ച് അക്രമാസക്തമായോ? സാഹചര്യം എങ്ങനെയാണ്? രാജ്ഭവനെ RSSന്റെ വേദിയാക്കാൻ കഴിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് AIYF-ന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ച് എത്തിയത്. മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ മുന്നിലായാലും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലായാലും ആ മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവിടെ ആദ്യം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഒരു പ്രതികരണം തരുന്നതാണ് പതിവ്. അതിനുശേഷമായിരിക്കും ഈ ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള ശ്രമമൊക്കെ തന്നെ നടത്തുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. പ്രവർത്തകർ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ഈ മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നത് തന്നെ അക്രമാസക്തമായിരുന്നു. അവർ നേരെ ഈ രാജ്ഭവന്റെ മുന്നിലായി ഒരുക്കിയിരിക്കുന്ന ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വരുണിന്റെ ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ നൂറുകണക്കിന് പ്രവർത്തകർ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഈ പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. വീണ്ടും അവർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ ജലപീരങ്കി വാഹനത്തിന് നേരെയും ഇവിടെ നിർത്തിയിരിക്കുന്ന ബാരിക്കേഡുകൾക്ക് നേരെയും ഇപ്പോൾ പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, ഈ രാജ്ഭവന്റെ ഭാരതാംബ വിഷയത്തിൽ ഇപ്പോൾ വീണ്ടും ഗവർണർ ഈ ഒരു നിലപാട് തുടർന്നു പോകുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഗവർണർ തീരുമാനിച്ചിരുന്നത്. കാരണം ഗവർണർ ഈ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം രാജ്ഭവൻ പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു മാർച്ചിന് AIYF തന്നെ ആഹ്വാനം ചെയ്യുകയും ഇപ്പോൾ ഈ മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നത്. വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഗവർണർ ഗോ ബാക്ക് വിളികളുമായി AIYF-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് രാജ്ഭവന്റെ തൊട്ടടുത്ത് തന്നെ ഈ പ്രതിഷേധ മാർച്ചിനെ തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു. അക്രമാസക്തമായ ഒരു രീതിയിലേക്ക് പോകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളികൾ നടത്തുന്നത്. അതിനുശേഷം ഇനി പോലീസിന്റെ നടപടി ഒരുപക്ഷെ പ്രതീക്ഷിച്ചേക്കാം. യുവജന സംഘടന എന്നത് സർക്കാരിന്റെ ഭരണകക്ഷിയിലെ CP-യുടെ ഭാഗത്തു നിന്നും CP-യുടെ യുവജന സംഘടനയുടെ ഭാഗത്തു നിന്നാണ് ഈ പ്രതിഷേധം ഉയരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. രാജ്ഭവനെ RSSന്റെ ശാഖയാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാർച്ചാണ്. മാർച്ചിൽ അക്രമാസക്തമാവുകയായിരുന്നു. മാർച്ച് തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യവുമൊക്കെ ആയിരുന്നു. ഇപ്പോഴും അവിടെ മാർച്ച് തുടരുകയാണ്. ജിബിൻ തുടരുന്നുണ്ട്. ജിബിൻ, ഇപ്പോൾ ശക്തമായൊരു പ്രതിഷേധം, ഈ പ്രതിഷേധ പരിപാടികൾ തുടരും എന്നുള്ളത്, അതായത് CP-യെ സംബന്ധിച്ചോളം അറിയാം, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയൊക്കെ തന്നെ മൗനം പാലിക്കുന്ന ഒരു ഘട്ടത്തിൽ CP തെരുവിലേക്ക് കൂടി ഇറങ്ങുന്നു. ശക്തമായ പ്രതിഷേധം രാജ്ഭവനെതിരെ, ഗവർണർക്കെതിരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും സൂചനയുമാണോ YF കൂടി രംഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്? പ്രതിഷേധത്തിന് ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? കാരണം ഈ ഒരു വിഷയത്തിൽ, അതായത് രാജ്ഭവനിലെ ഭാരതാംബ വിഷയത്തിൽ ആദ്യം തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയത് മന്ത്രി P. പ്രസാദ് ആയിരുന്നു. CP-യിൽ നിന്നായിരുന്നു ആ ഒരു പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നത്. അത് പിന്നീട് പക്ഷേ അത് CPM ആ ഒരു കടുത്ത തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ രാജ്ഭവനെതിരെ തുറന്ന നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഒരു തുറന്ന പോരിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ CP അങ്ങനെയല്ലായിരുന്നു. CP ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിഷയത്തിൽ രാജ്ഭവനെ ഒരു RSS ശാഖയാക്കാൻ അനുവദിക്കില്ല എന്നുള്ള ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധവുമായി ആദ്യം മുതൽ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയുടെ പതാക ഉയർത്തുകയും പോലും CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ RSS, പ്രത്യേകിച്ച് രാജ്ഭവന്റെ അകത്ത് ഇതേ നിലപാട് തന്നെ, അതായത് ഓരോ പരിപാടികൾക്ക്, രാജ്ഭവന്റെ അകത്തുള്ള ഓരോ പരിപാടികൾക്കും ഭാരതാംബയുടെ ചിത്രം വയ്ക്കുമെന്നും ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുമെന്നുള്ള ഒരു നിലപാട് ഗവർണർ വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി CPIയുടെ തന്നെ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇനി തുടരുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തന്നെ അക്രമാസക്തം, അതായത് അവരുടെ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു വരവ് തന്നെയായിരുന്നു ഈ AIYF-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അധ്യക്ഷൻ AIYF-ന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് KK സമദ്, അതുപോലെ തന്നെ AIYF-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് TT ജിസ്മോൾ,
പ്രിയപ്പെട്ട സഖാക്കളെ KYF-ന്റെ കൊല്ലം, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിലെ രാജ്ഭവനിലെ സെക്രട്ടറിമാർ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതും പൂജിച്ചതും ഒക്കെയായിരുന്നു. ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പി പ്രസാദ് കാരണമായത്. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തുടങ്ങുന്നത്. ഗവർണർ അതിൽ നിന്ന് ഈ ഒരു ഭാരതാംബയുടെ ചിത്രം പൂജിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാടിലായിരുന്നു. എന്നാൽ ഭാരതാംബയുടെ ചിത്രം അല്ലെങ്കിൽ RSS പരിപാടികളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചിത്രം രാജ്ഭവനിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടത്തിയിരുന്നു.